ഞാൻ നിങ്ങളുടെ ലിജു വൺമണി AVG ടെക് എൻ്റർപ്രൈസസ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ വെളിയിൽ സിലിണ്ടർ വെച്ചിട്ട് കിച്ചണിലേക്ക് നമ്മൾ ഗ്യാസിൻ്റെ കണക്ഷൻ എടുക്കുന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസാണ്. അതിൻ്റെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസും അതിന് ഉപയോഗിക്കുന്ന പൈപ്പും അതിൻ്റെ ഡീറ്റെയിൽസുമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ ആരും ഇതിന് ഒരു ചൂഷണത്തിന് ഇരയാവരുത് എന്നുള്ളൊരു ചിന്താഗതി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതിലേക്ക് ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ യൂണിപ്രോയുടെ ISO ബ്രാൻഡഡ് പൈപ്പാണ് നമ്മൾ ഈ ഉപയോഗിക്കുന്നത്. ഇത് 4 ലെയർ കോട്ടിംഗ് ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു ലെയർ നമുക്ക് സ്റ്റീൽ കോട്ടിംഗ് ആണ്. ഇത് ഫ്ലെക്സിബിൾ ആണ്. ഒരു കാരണവശാലും ലൈഫ് ലോങ്ങിൽ നമുക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല, ഒരു ഡാമേജസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാത്ത ഒരു ബ്രാൻഡഡ് പൈപ്പാണ് നമ്മൾ ഗ്യാസ് പൈപ്പ് ലൈന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണ്. ഈ പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് 6.9 ബാർ തൊട്ടിട്ട് 13.8 ബാറാണ് 14 mm പൈപ്പിന് അവർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത്. അതേപോലെ ഇതിൻ്റെ ടെമ്പറേച്ചർ വന്നിട്ട് 82 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് UV സ്റ്റെബിലൈസർഡ് പൈപ്പാണ്. ഇത് PE80 എന്ന നമ്പറിൽ പെട്ട പൈപ്പാണ്. ഇത് 14 mm പൈപ്പാണ് നമ്മൾ ഗ്യാസ് ലൈന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ടാണ് PN40യുടെ വാൽവ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കെപ്പോഴും നമ്മുടെ സേഫ്റ്റിയാണ് നമുക്ക് മുഖ്യം. അതുകൊണ്ട് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് നമുക്ക് സേഫ്റ്റി വാൽവിൻ്റെ അത്യാവശ്യമാണ്. പലയിടത്തും ഈ സേഫ്റ്റി വാൽവുകൾ കാണത്തില്ല. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സേഫ്റ്റി നമുക്കും നമ്മുടെ കുടുംബത്തിനും അത്യാവശ്യമായതുകൊണ്ട് നമ്മൾ സേഫ്റ്റി വാൽവ് ഉപയോഗിക്കുന്നു. എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വാൽവ് നമുക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ അപകടം ഒഴിവാക്കാൻ നമുക്ക് പെട്ടെന്ന് സാധിക്കുന്നതാണ്. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഫിറ്റിങ്സുകളെല്ലാം ബ്രാസിൻ്റെ ഫിറ്റിങ്സ് ആണ്. ഇതാണ് നമ്മൾ പൈപ്പ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് 2 പീസാണ്. പക്ഷേ ഇത് രണ്ടും ഒന്നായി ചേരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പൈപ്പ് വരുന്നത്. അതേപോലെ നല്ല പ്രോപ്പറായിട്ടാണ് നമ്മൾ അതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കസ്റ്റമേഴ്സിന്. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്നത് സ്ക്രൂസ് എന്ന് പറയുന്നത് SS-ൻ്റെ സ്ക്രൂ ആണ്. സാധാ സ്ക്രൂ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, SS-ൻ്റെ സ്ക്രൂ ആണ്. കാരണം ഒരു കാരണവശാലും ഈ വർക്ക് ചെയ്ത് കൊടുക്കുന്ന കസ്റ്റമേഴ്സിന് ഒരു കാരണവശാലും പിന്നീട് അത് മുഖേന ഒരു പ്രയാസം ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ടാണ്. ഇത് SS-ൻ്റെ പ്ലേറ്റ് ആണ്. പലയിടത്തും നമുക്ക് എല്ലാ വീടുകളിലും നമുക്ക് ആവശ്യം വരുന്നില്ല, ചില വീടുകളിൽ ആവശ്യം വരുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന SS-ൻ്റെ പ്ലേറ്റ് ആണ്. പിന്നെ ഫിഷർ, ടെഫ്ലോൺ ടേപ്പ്, SS-ൻ്റെ ജൂബിലി ക്ലാമ്പ്, ഇത്രയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മുടെ ഭാരത് ഗ്യാസിൻ്റെ സുരക്ഷയുടെ ISO ബ്രാൻഡഡ് LPG ഹോസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഗ്യാസ് പൈപ്പ് ലൈന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്. ഒരു കാരണവശാലും റേറ്റ് കുറവ് വന്ന് പല വ്യക്തികളും കസ്റ്റമേഴ്സിനെ ബ്ലെയിം ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷേ ഫസ്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് എന്ത് മെറ്റീരിയലാണ് അവർ ഉപയോഗിക്കുന്നത്, ബ്രാൻഡഡ് മെറ്റീരിയലാണോ ISO മെറ്റീരിയലാണോ, ഏതൊക്കെ തരത്തിലുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്, ഭാവിയിൽ നമുക്ക് എത്രത്തോളം നല്ലതായിരിക്കും, എത്രത്തോളം ദോഷം ചെയ്യും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. നമ്മളിത് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റാണ് നമ്മൾ മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ റേറ്റ് കുറച്ച് നല്ല ക്വാളിറ്റിയോടുകൂടി നമുക്ക് ഇത് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ, സീ യു അഗൈൻ.